ഇത്ര എളുപ്പമായിരിക്കില്ല. അതിനെക്കുറിച്ച് എന്നോട് മിണ്ടിയിട്ടേ ഇല്ല. അവർ വന്നോട്ട് നമുക്ക് തന്നെ ചർച്ചയില്ല. ഇല്ല, പാലയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. അല്ല, ഇനി വിട്ടുവീഴ്ച വേണോ? ഒരാൾ 2943 വോട്ടിന് ജയിച്ചു. അദ്ദേഹത്തിൻ്റെ പിതാവ് അനുസരിച്ചപ്പോൾ ഞാൻ 4200 വോട്ടിന് അവസാനം തോറ്റത്. ഇപ്പോൾ 10378 വന്ന് നിൽക്കുന്നു. അപ്പോൾ ഇനി പിന്നെ അത് തന്നെ വേണമെന്ന് പറയുമോ? എനിക്ക് തോന്നുന്നില്ല വേണമെന്ന്. ICC ജനറൽ സെക്രട്ടറി കേരളത്തിൻ്റെ ചാർജുള്ള ആളെന്നുള്ള നിലയ്ക്ക് അവരിതുവരെയും ഘടകകക്ഷി നേതാക്കളുമായിട്ട് കണ്ടിട്ടില്ലായിരുന്നു. ഒരു മീറ്റിംഗ് ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ടൊന്ന് മീറ്റ് ചെയ്യാൻ ഒരവസരം ഉണ്ടാക്കി എന്നും മാത്രം. ഞാനും തന്നെ ഇന്നലെ അറിയുന്നു ഇങ്ങനെ സംഭവം ഉണ്ടെന്ന്. ഇന്ന് 4 മണിക്ക് ഇങ്ങനെ ഒരു മീറ്റിംഗ് വെച്ചിരിക്കുന്നു. മൊത്തത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പറ്റിയുള്ള തിരഞ്ഞെടുപ്പിനെ പറ്റിയും അസംബ്ലി തെരഞ്ഞെടുപ്പിനെ പറ്റിയും ഒക്കെയുള്ളൊരു അസസ്മെൻറ്റും നമ്മുടെ അഭിപ്രായം അവരുടെ അഭിപ്രായം കേട്ടു. നമ്മുടെ അഭിപ്രായങ്ങൾ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു അഭിപ്രായങ്ങളും ഇല്ലല്ലോ. കോൺഗ്രസിനകത്തൊക്കെ ഒരുപാട് ചർച്ചകളൊക്കെ നടക്കുന്ന സമയമായിരുന്നല്ലോ. അതൊക്കെ ഏതാണ്ടൊന്ന് താൽക്കാലികമായിട്ട് അവസാനിപ്പിച്ചിട്ടുണ്ട്. എല്ലാം അവരോടൊന്ന് മേളിൽ നിന്ന് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് നമുക്കിപ്പം ഘടകകക്ഷികൾക്കിപ്പോൾ ഒരു ആശങ്ക ഒഴിയാണ് അല്ലേ? ഞങ്ങൾക്ക് അങ്ങനെ ആശങ്കയില്ലായിരുന്നല്ലോ. അല്ല, അത്തരം ചർച്ചകൾ പൊതുവെ അടുത്തവണ UDF അധികാരത്തിൽ വരുമെന്നുള്ളത് ജോത്സ്യനെ പോയിക്കൊണ്ട് ചോദിക്കേണ്ട കാര്യമില്ല. പാഴുപടിപ്പുരയ്ക്ക് പോയി ദക്ഷിണ വെച്ച് നോക്കേണ്ട കാര്യമില്ല. ഉറപ്പായിട്ട് വന്നിരിക്കും, അധികാരത്തിൽ വന്നിരിക്കും. ഇല്ല, കാര്യമൊന്നുമില്ല. അതിന് സമയമായില്ലല്ലോ. ഒന്ന് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ശേഷം അന്നേരമല്ലേ ഈ സീറ്റിൻ്റെ കാര്യങ്ങളും ചർച്ചയൊക്കെ വരുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല, ഒന്നും പറയില്ല. ഉദ്ദേശിക്കുന്നതിനാണെന്ന് എനിക്ക് മനസ്സിലായി. ഇത്ര എളുപ്പമായിരിക്കില്ല. അതിനെക്കുറിച്ച് എന്നോട് മിണ്ടിയിട്ടേ ഇല്ല. അവർ വന്നോട്ട് നമുക്ക് തന്നെ ചർച്ചയില്ല. ഇല്ല, പാലയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. അല്ല, ഇനി വിട്ടുവീഴ്ച വേണോ? ഒരാൾ 2943 വോട്ടിന് ജയിച്ചു. അദ്ദേഹത്തിൻ്റെ പിതാവ് അനുസരിച്ചപ്പോൾ ഞാൻ 4200 വോട്ടിന് അവസാനം തോറ്റത്. ഇപ്പോൾ 10378 വന്ന് നിൽക്കുന്നു. അപ്പോൾ ഇനി പിന്നെ അത് തന്നെ വേണമെന്ന് പറയുമോ? എനിക്ക് തോന്നുന്നില്ല വേണമെന്ന് പറയും. ഇല്ല, സാധ്യത കുറവാണ്. അല്ല, ഈ മാണി കോൺഗ്രസിനെ കൊണ്ടുവരണമെന്നുള്ള ചർച്ചകൾ വരുമ്പോൾ ഇല്ല, അങ്ങനെ ചർച്ച വന്നില്ല ഇതുവരെ. അങ്ങനെ ചർച്ച തന്നെ മുന്നണിക്കകത്തില്ല. ഇല്ല, അങ്ങനെ ചർച്ച വന്നിട്ടേ ഇല്ല. എന്നോടാരും സംസാരിച്ചിട്ടില്ല. എന്നോട് ചാനലുകാർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അവർ വരുന്നവന്നുണ്ട്, നമുക്ക് തന്നെ വിരോധം. പക്ഷെ പാലാ തൊട്ടുള്ളൊരു കളി വേണം. വരുവാണെങ്കിൽ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് വേണം എന്നൊരു അഭിപ്രായം പാർട്ടിക്കകത്ത് പലയിടത്തും ഉയർന്നു കേട്ടിട്ടുണ്ട്. ഏത് പാർട്ടിക്കകത്ത്? ഞാനങ്ങനെ ഒരു ചർച്ചയെ പറ്റി കേട്ടിട്ടില്ല. എന്നോടങ്ങനെ ആരും ചോദിച്ചിട്ടില്ല. താങ്കളുടെ പാർട്ടിയുടെ നിലപാട് എന്തായിരിക്കും? കാരണം ഒരു തദ്ദേശ ഞാൻ പറഞ്ഞല്ലോ, തദ്ദേശ സ്വയംഭരണത്തിന് മുമ്പോ പിമ്പോ എപ്പോൾ വേണേ വന്നോട്ടെ. പക്ഷേ പാലാ വിട്ടുള്ളൊരു കളിയില്ല. പാലയും കടുത്തുരുത്തിയും വിട്ടൊരു കളിയില്ല. കടുത്തുരുത്തിയുടെ കാര്യം വളരെ ക്ലിയറായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. ജോസഫ് ഗ്രൂപ്പ് പറഞ്ഞിട്ടുണ്ട്. അർഹതയുള്ളിടത്തോട്ട് നോക്കിയാൽ പോലെ